എൻ്റെ പേര് സൂസി. ഞാൻ മുണ്ടക്കയത്തു നിന്ന് വരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു മരം പെടന്ന് ഞങ്ങളുടെ പെരയുടെ പുറത്തോട്ട് വീഴുകയുണ്ടായി. കർത്താവിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങൾ ഉള്ളത് കൊണ്ട് ആ മരം വേറൊരു മരത്തിലോട്ട് താങ്ങി കർത്താവ് നിർത്തുകയും വലിയ അപകടമൊന്നും ഉണ്ടാകാതെ അത് മുറിച്ച് മാറ്റുകയും ചെയ്തു. അപ്പോഴെല്ലാം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. വാഗ്ദത്ത വചനങ്ങൾ എന്ന പുസ്തകം ഞാൻ എപ്പോഴും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനകത്ത് ആശ്വാസവചനങ്ങളെ, കഷ്ടതയിൽ സഹായം, നിങ്ങളെ എല്ലാം താങ്ങുന്ന ഒത്തിരി സങ്കടവും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എപ്പോഴും ആശ്വാസവചനങ്ങളിൽ നിന്ന് ഒരു ഭാഗം അതിനകത്തുണ്ട്. പക്ഷേ ഈ വാഗ്ദത്ത വചനങ്ങളിൽ നിന്ന പുസ്തകത്തിൽ അത് പ്രാർത്ഥിച്ച് ഞാൻ സ്തുതിച്ചു. ഞാൻ ഈ മരം മുറിക്കുമ്പോഴെല്ലാം പറഞ്ഞു, മരം മുറിച്ച് മാറ്റുമ്പോൾ ഈ വീട് തകർന്ന് താഴെ പോകും എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് അറിയാമായിരുന്നു എൻ്റെ ഈശോ എൻ്റെ വീട് തകർക്കുകയായിരുന്നു. പക്ഷേങ്കിൽ ഈശോയോട് ഞാൻ സ്തുതിക്കും. അന്നേരം ഞാൻ ഈ മരം മുറിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ചും അയൽവാസികളെ എല്ലാം സമർപ്പിച്ച് ഞാൻ പെരക്കാത്തിരുന്ന് ഞാൻ സ്തുതിക്കുമായിരുന്നു. ഈ വാഗ്ദത്ത വചനങ്ങൾ വായിച്ച് ആശ്വാസവചനങ്ങൾ എനിക്ക് ഒത്തിരി വചനം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ആശ്വാസം ഒരുപാട് കിട്ടും. അതായത് കർത്താവിൻ്റെ സംരക്ഷണം എനിക്ക് ഒരുപാടുണ്ടാകും. ആ വാഗ്ദത്ത വചനങ്ങൾ ഞാൻ എപ്പോഴും എടുത്ത് പ്രാർത്ഥിക്കുക, സ്തുതിക്കുക. എനിക്ക് വേദനയും വിഷമങ്ങളും ഉണ്ടാകുമ്പോഴും ഞാൻ ഈ ആശ്വാസവചനങ്ങൾ ഞാൻ വായിക്കും. അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. അപ്പോഴെല്ലാം കർത്താവ് എനിക്ക് ഒത്തിരി സംരക്ഷണം എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ഈശോ എനിക്ക് ആ മരം മുറിച്ച് മാറ്റി അനുഗ്രഹിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, വേറെ ഒരു അപകടം ഉണ്ടാകാതെ കർത്താവ് സംരക്ഷിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് 1000 നന്ദി സ്തുതിയും അർപ്പിക്കുന്നു.